ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, കുറെ നാളുകളായില്ലേ എങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ട്. എത്ര നാളായി ഇത്? കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എത്ര നാളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമായി ഉണ്ടാവും അല്ലേ? ശരിയാണ്, 6 മാസങ്ങളായി ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈമായി എന്ന് തോന്നി. കുറേ ആൾക്കാരുകൾ മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, നേരിട്ട് കാണുമ്പോഴായാലും നിങ്ങൾ വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളില്ല പറയാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിർത്തിയിട്ടില്ല, വീഡിയോ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് എപ്പോഴും വിചാരിക്കണത്. വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? പ്രത്യേകിച്ച് ആ വിചാരത്തിൽ നിന്ന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 17 കൊല്ലം കഴിഞ്ഞു അല്ലേ ഇതേ? അങ്ങനെ 18ാമത്തെ മാമന്റെ കടയിൽ നിന്ന് നിനക്ക് 100 രൂപയുടെ ഒരു ഊണ്. അതെ, പിന്നെ വേറെന്താ അതിൽ കഴിഞ്ഞാ ഞാൻ സ്വപ്നം കണ്ടു, നടന്നിട്ടില്ല. നന്നായി, എല്ലാ സ്വപ്നം കണ്ടു തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുത്ത് സ്കൂളിൽ പോയേക്കാണ്. അവന് സ്പോർട്സ് ഡേ ആണ്, സ്പോർട്സിന്റെ ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പൊക്കക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങലാണ്. അപ്പൊ അത് കാരണം ആ മുടങ്ങൽ വേണ്ട, ഇനിയിപ്പോ എന്തായാലും ഇന്ന് പൊക്കോളാൻ പറഞ്ഞു ബലമായിട്ട് പറഞ്ഞു വിട്ടത്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പോകാനായിട്ട്. കഴിഞ്ഞ ദിവസം അതേപോലെ എന്നോട് പറഞ്ഞു കേട്ടോ, നീ ആൾ പറഞ്ഞു അപ്പൊ ഈ കുറച്ച് നാളത്തേക്ക് എന്നൊന്നും കാണിക്കണ്ട, ഞാൻ ഇനി വലുതായിട്ട് കാണിച്ചാൽ മതി. 6 മാസമില്ല ഇപ്പൊ എന്നെ കാണിച്ചിട്ട്. അപ്പൊ അത് കാരണം കുറെ നാൾ കഴിഞ്ഞിട്ട് മതി. ഞാൻ പറഞ്ഞു ശരി, അതാവും ആൾ ഉദ്ദേശിച്ചുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആൾ സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടികളൊക്കെ അതേ ഇവിടെ കിടക്കുന്നുണ്ട്. കുറേ കാലങ്ങളായില്ലേ വണ്ടിയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഓട്ടമൊക്കെ തീരെ കുറവെന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ തീരെ ഇല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2-3 കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ചെയ്തായിരുന്നു കേട്ടോ. ഗ്രില്ല് മാറ്റിയത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ വണ്ടിക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പറാണ്. ഈ ഒരു വണ്ടിക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു, ഇപ്പോൾ ഇതിങ്ങനെ മടക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നിവർത്തുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ കയറി ചവിട്ടി നിന്നിട്ട് നമുക്ക് മൂളൊക്കെ തുടയ്ക്കാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിന് വെറുതെ 1950 രൂപയോ അങ്ങനെ എത്രയോ റേറ്റാണ് ആയത്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്യാൻ അത്ര പരിചയമില്ലാത്തൊരു ചേട്ടനായ കാരണം നെറ്റ് ബോൾട്ടൊക്കെ വെട്ടി അയച്ച ആൾ തവിട് വെട്ടി അയക്കുക. ആളുടെ കയ്യിൽ മറ്റേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെന്നതല്ലേ. പിന്നെ ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് ആ സാധനം അങ്ങനെ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ നിലവിൽ ആ ഒരു സാധനമാണ് നമ്മുടെ പുറത്തേക്കുള്ളൊരു ഇതിൽ ഫിറ്റ് ചെയ്ത്. വേറെ വല്ലതും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ പുറത്ത്? ഇല്ലില്ല, അതും ഇതും മാത്രമാണ് പുറത്ത് കാണുന്ന രീതിയിലുള്ളത്. പിന്നെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലുള്ള ലൈറ്റും അതുപോലെ അങ്ങനെ ഇതിലൊരു ഒറ്റ ലൈറ്റൊക്കെ വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സംഭവം ഒന്നും നടക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് പിടിക്കും. പിന്നെ നമ്മൾ എന്തിനു വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം KSRTC നോക്കുമ്പോൾ അതുമ്മ വരിയുണ്ട് നിറച്ചും ലൈറ്റുകളും കാര്യങ്ങളും. അതേപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഗണേഷ് കുമാർ ഇതെന്താ ഇത് ഗ്യാസ് കുറ്റി മാറ്റിയതല്ലേ മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാ, ലൈറ്റുകൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഊരിപ്പിക്കും, ഒരു വണ്ടിയിൽ ഒരു ലൈറ്റും ഫിറ്റ് ചെയ്യാനും ഒന്നിനും സമ്മതിക്കില്ല എന്നൊക്കെ. എന്നിട്ട് നോക്കിയപ്പോൾ എന്നിട്ട് KSRTCയുടെ പുതിയ ഇത് വണ്ടി വന്നപ്പോൾ അതിനകത്ത് മുഴുവൻ പച്ചയും മഞ്ഞയും കളറുകളുള്ള ലൈറ്റുകൾ നിറച്ചു. എന്നിട്ട് ആൾ പറയാം അത് വെറുതെ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഇടാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, ബാക്കിയുള്ളവർ അങ്ങനെയാണെങ്കിൽ ഇടാണ്ടിരുന്നൂടെ. അപ്പോൾ വെറുതെ ലോജിക്കില്ലാത്ത വർത്താനങ്ങൾ പറയാം. നമ്മുടെ വണ്ടിയിൽ വെറുതെ കണ്ടപ്പോൾ ഇട്ടിട്ടാണ് അവർ ഇതൊക്കെ പിടിക്കുന്നതല്ലല്ലോ, ഇടാണ്ട് തന്നെ ഇതൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ KSRTC വെക്കുമ്പോൾ അതിന് കുഴപ്പമില്ല, അത് ഇടാൻ വേണ്ടിയിട്ടല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അതിന് വല്ല കാര്യം ഉണ്ടാകും. ഒരു ചാതി വിഡ്ഢിത്തരങ്ങൾ. ഞാൻ വിചാരിച്ച ഗണേഷ് കുമാറൊക്കെ മന്ത്രിയായിട്ട് വരുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് എന്താ പറയുക അങ്ങനെ വണ്ടിപ്രാന്തന്മാരൊക്കെ അനുകൂലിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ വെറുതെ എന്ന് പറഞ്ഞ പോലത്തെ കേസായി. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫുൾ ഫിലിം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനെ പറഞ്ഞ് ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഉള്ളിൽ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവും, ആളറിയില്ല. ഇതിപ്പോൾ എന്തുട്ടാ ശരിക്കും അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഈ കോടതി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കോടതിയുടെ വിധി എന്താ പറയുക 100% അംഗീകരിച്ചു, 70% അവിടെ, 50% ഇവിടെ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ കണ്ടില്ലെങ്കിൽ ഇതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ അറിയണത്? ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള യന്ത്രം ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനം ഒട്ടിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് കാണില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തരങ്ങളൊക്കെ പറയണം. നമ്മൾ ഒട്ടിച്ച ആൾക്കാർ ചിലപ്പോൾ 2000-3000 രൂപ കൊടുത്തിട്ടേക്കോ ആ ഫ്രണ്ടിലത്തെ സാധനം 5000-10000 വിലയുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് പൊളിക്കാൻ പറഞ്ഞാൽ നല്ല സുഖമാവില്ലേ? എന്തായാലും കാശ് പോയില്ലേ നമ്മുടെ. അത് തന്നെ
15 15.5 16 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിൽ കയറിയിരിക്കുന്ന ആൾക്കാരെ കാണാണ്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് വെയിലൊക്കെ കൊണ്ട് പൊള്ളിയാലും കൂൾഫിലി വേണ്ടാന്നല്ലേ. താറിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ താറിന് അതെ കഴിഞ്ഞ ഏപ്രിലാണല്ലോ മേടിച്ചത്. അതെ അങ്ങനെ കുറെ കല്യാണങ്ങൾക്കൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി കേറിയിരുന്നു. മേക്കപ്പ് ഇട്ടിട്ടുള്ള കല്യാണത്തിന് പോവാൻ സ്വാഭാവികം. എന്നിട്ട് പുറകിലിരുന്ന ഫ്രണ്ടിൽ ഒരാളുണ്ടായിരുന്നു. എന്നിട്ട് വേർത്തൊലിച്ചിട്ട് ചൂട് AC അങ്ങോട്ട് എത്തില്ല. അതല്ല പ്രശ്നം. അല്ല AC എത്താത്തതല്ല ഇത്. ACയുടെ പവർ കുറവല്ല പ്രശ്നം. ഈ ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറാണ്. അപ്പൊ ഈ ഒരു സാധനമൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടിയുടെ ഉള്ളിൽ ഭയങ്കര പുഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പുഴുക്കാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് വെന്റ് ബാക്കിലേക്ക് അത് ഈ മോഡൽ വണ്ടിക്കൊന്നും ഉണ്ടാവില്ല. അത് തന്നെയല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ശരിക്കുള്ള വെയിലടിക്കുന്നു. അപ്പം കൂൾ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ അതെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, താറിന്റെ AC പവറില്ലാണ്ടൊന്നുമല്ല കേട്ടോ. അല്ല ബാക്കില് അതിനെ പറഞ്ഞ അതിന്റെ ഒരു വെയിലുള്ളിലേക്ക് അടിക്കണതുകൊണ്ടും പിന്നെ മോള് ഫൈബർ ആയതുകൊണ്ടുള്ള ഉള്ളിലുള്ള ചൂട് നല്ലതാ. ഈ വെയിലത്ത് നിന്നൊക്കെ നമ്മൾ തിരിഞ്ഞു വരുമ്പോ ഡയറക്റ്റ് സൂര്യൻ അടിക്കുമ്പോൾ നീ ശ്രദ്ധിച്ചിട്ടില്ലേ പൊള്ളാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ നമ്മൾ ഉള്ളിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച പോലെ തന്നെ ഇവിടെ തപ്പലവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വേറെ 2 സാധനം കൂടി മേടിച്ചായിരുന്നു. ഒന്ന് ഇതാണ്, എന്നിട്ട് പറയുക, നമ്മളുടെ മെമ്മറി ഫോമിൻ്റെ നെക്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതിന് 750 രൂപയാണ് 2 കേട്ടോ ഓൺലൈനിൽ മേടിച്ചതിന്. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റാവുന്നില്ല. ഫ്രണ്ടിലേക്ക് വെക്കണമെങ്കിൽ ഫ്രണ്ടിലേക്ക് വെക്കാം, ബാക്കിലേക്ക് വെക്കണമെങ്കിൽ ബാക്കിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കണ്ടില്ലേ, കെടുത്തിടണമെങ്കിൽ കെടുത്തിയിടാം, എങ്ങനെ വേണമെങ്കിലും. ഇതൊരു ബോൾ ടൈപ്പ് സാധനമാണ്. ഇതിന് 170 രൂപയോ അത്രയും കണ്ടുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ മാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കണമെങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ അത് ഇതും വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇവിടെ ഒരെണ്ണം നമ്മൾ വെച്ച് കൊടുത്തു. പിന്നെ വേറെന്താ ചെയ്താ, വേറെ ബാക്കിലും ഒരു സംഭവം ചെയ്തിട്ട്, ബാക്കിൽ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈശോ, കിടക്കാൻ പറ്റണില്ല. ഇതിലൊക്കെ കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ എൻ്റെ പൊന്നിത്. ഈ ഒരു സാധനം സീറ്റിൻ്റെ ബാക്കിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ബോട്ടിൽ വെള്ളം വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വെക്കാനുള്ള സൗകര്യ കാര്യങ്ങളും ഇല്ല. പിന്നെ ടിഷ്യൂ ബോക്സ് വെക്കാൻ, അതുപോലെ തന്നെ മൊബൈൽ വേണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബുക്സോ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എല്ലാത്തിനുള്ള ഒരു ഇങ്ങനത്തെ ഒരു സംഭവം. അത് കുഴപ്പമില്ല കേട്ടോ, അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഒരു സംഭവത്തിന് തീരെ സ്ഥലമില്ലാത്തതിന് ഒന്നും വെക്കാൻ പറ്റില്ലാന്നേ. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് വളരെയധികം നന്നായി. പിന്നെ ഇപ്പോൾ അധികം ഓടാത്തത് കൊണ്ട് എന്താ പറയുക, എത്ര ഓടിയുണ്ട് ഇപ്പോൾ നമ്മൾ ടോട്ടൽ 7000 അല്ലേ, 7000 കിലോമീറ്ററാണ് ആയിട്ടുള്ളൂ ആകെ. പിന്നെ എൻ്റെ പൊന്നിക്ക് ഇറങ്ങട്ടെ പുറത്തേക്ക്, ശരിക്കും പെട്ടു. അയ്യോ, അപ്പോൾ ഈ ഒരു 2-3 സാധനങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലൈറ്റും കാര്യങ്ങളും. അതെ അതെ, നമ്മുടെ പ്രാന്തിന് വല്ലപ്പോഴൊക്കെയാണ്. അതെ അതെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ ഇതേ പ്രശ്നം. ഇപ്പോൾ നമ്മൾ അകലം വഴിക്കൊക്കെ പോകുമ്പോഴേ പോസിന് പോകാൻ വേണ്ടി മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഡീസൽ അടിക്കണത് ഇത് ഇരട്ടിയാ. അതെ, ഇത് ഡീസൽ അടിക്കുമ്പോൾ 1000 രൂപയ്ക്ക് ഡീസൽ അടിക്കുമ്പോൾ ഇതൊരു 1500 രൂപയ്ക്ക് ഡീസൽ അടിക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്കുള്ള വ്യത്യാസമുണ്ട്. പിന്നെ അകലം വഴിക്ക് പോകുമ്പോൾ കാറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓടിച്ച ആഗ്രഹം തീർന്നിട്ടില്ല. ഇത് അവരടിക്കണില്ല. അതെ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ പല പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് 1000 രൂപയുടെ ഫുൾ ടാങ്ക് അടിക്കുന്നത്. ഇനി അവർ ടാങ്ക് ചെറുതാക്കിയിട്ട് കൊണ്ടുവരാൻ പറയാം. അപ്പോൾ 1000 ഫുൾ ടാങ്ക് ആക്കാന്ന് പറയും. പിന്നെ മുത്തിൻ്റെ ഒരു സൈക്കിള് നമ്മൾ പുതിയത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, റോക്ക് റൈഡർ. കുറേ നാൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ. അത് കേട്ട അപ്പം തന്നെ നിതയുടെ വീട്ടിൽ നിന്ന് അവർ ഒരു സൈക്കിൾ മേടിച്ചു കൊണ്ടുവന്നു. മുത്തിൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു? 9 മാസം അല്ലേ? അപ്പോൾ ആ സമയത്ത് മേടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ ഒരു സൈക്കിൾ. അപ്പോൾ ഞാൻ ഈ സൈക്കിളുമായിട്ട് ഞങ്ങൾ 2 പേരും സൈക്കിൾ റൈഡിന് ഇടയ്ക്കിടയ്ക്ക് പോയി നമുക്ക് സൈക്കിൾ റൈഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. നീ ആ സമയത്ത് നടക്കാറില്ലേ? അപ്പോൾ നമുക്ക് നടക്കണ വീഡിയോയും അതെ, മുത്തെന്ന് ഇനി വിളിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയിൽ ഗാവൻ എന്ന് പറയാൻ പാടുള്ളൂ. മുത്ത് എന്ന് പറയരുതെന്ന്.
അതൊന്നും അറിഞ്ഞിട്ടില്ല നീയേ. പക്ഷെ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം 6 മാസങ്ങൾക്ക് ശേഷം അതാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എല്ലാം അടിപൊളിയൊക്കെ ആക്കിയിട്ടോ. കുറേ ചെടികളൊക്കെ പുതിയത് മേടിച്ചു, പഴയതുകളൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ചെടി നനയ്ക്കലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയി, ചട്ടി നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയി. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുപോലും ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു പൈപ്പ് ഇതേപോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ ഫുൾ ഹോൾസ് അതിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളുടെ പൈപ്പ് ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ചെടിച്ചട്ടികളിലൊക്കെ ഇത് കണ്ടു വെള്ളം തന്നെ വേണ്ട. അതേപോലെ എല്ലാ ചെടിച്ചട്ടികളുടെയും നിറച്ചും വെള്ളം ആയിക്കോളും. തന്നെത്താൻ മുകളിൽ മുതൽ താഴെ വരെയുള്ള സകല ചെടികളും നനഞ്ഞ് അടിപൊളി. അപ്പോൾ പകുതി പണി കുറച്ചു. പിന്നെ കുറേ ചെടിച്ചട്ടികളൊക്കെ പുതിയത് മേടിച്ച് വെച്ചു, ചെടികളൊക്കെ ഭംഗിയാക്കി. പിന്നെ എന്തിട്ടാണ് ഇത് നമ്മൾ ചെയ്ത ഇവിടുത്തെ കുറേ 6 മാസമായി നമ്മൾ വീട് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഈ 6 മാസത്തിനിടയ്ക്ക് ഈ സാധനങ്ങളൊക്കെ നാശമായി. അതിപ്പോ നന്നാക്കി ഇവർക്ക് ചിലപ്പോ ഇത് പഴയതുപോലെ എല്ലാം പോയി. അതെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ഇവിടെ ഈ ചെടിയൊക്കെ ഉള്ളിലിരുന്നായിരുന്ന ഇതൊക്കെ അത് ഉള്ളിലിരുന്നിട്ടേ വെയിൽ കൊള്ളാണ്ട് ഇങ്ങനെ എല്ലാം പഴുത്തു തുടങ്ങി. അപ്പൊ കുറച്ചേരം വളമൊക്കെ ഇട്ട് ഷെയ്ഡിൽ വെച്ചേക്കാം. ഇവിടെ അധികം വെയിൽ കൊള്ളില്ല ഈ സൈഡ്, ഈ ഏരിയയിൽ. അതെ. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ജനല തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ എന്തിനിത് പിന്നെ അത് കാരണം നല്ല ഓക്സിജനാണ്. ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എന്ത് കൂടുതൽ ഓക്സിജനാ. അതുപോലെ തന്നെ ഇവിടെ 2 ഇത് എന്താ അത് ഇനിയിപ്പോ വരാൻ പോണ സാധനമാണ്. അതെന്തായിരുന്നു? പാഷൻ ഫ്രൂട്ട്. അതെ, ഇതുണ്ട് ഇവിടെ ഉണ്ട് അല്ലേ, 2 എണ്ണം. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുകളിൽ കൂടെ മൊത്തം പന്തലാക്കാൻ മൊത്തം പടർത്തും. ഞങ്ങള് പച്ചിലപ്പാമ്പിനെ ക്ഷണിക്കും. അതെന്തിനാ പച്ചിലപ്പാമ്പ് വരുമെന്നോ? അത് വരുന്നു കേട്ടിട്ടുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞു, വെറുതെ വായി തോന്നിയത് പറയാണ് ഗൈസ്. എന്ത് ചെയ്യാം, ചില സമയത്ത് ബുദ്ധിയില്ലായ്മയൊക്കെ പ്രയോഗിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇരിക്കണമെന്നാണ്. പച്ചല പാമ്പ് വരുമെന്ന് വെറുതെ പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല. അതെ, അവർക്ക് പേടിയുണ്ട്, അതാണ് പറയണത്. പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക വീട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞു, അതുപോലെ തന്നെ മറ്റുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി വണ്ടിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7000 ആയുള്ളൂ. 3000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ഉണ്ട്. ഇതിൻ്റെ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് അവസാനമായിട്ട് ചെയ്തത്. നമ്മുടെ സ്വിഫ്റ്റില്ലേ, സ്വിഫ്റ്റ് മറ്റേ അതിൻ്റെ ക്ലച്ച് മാറ്റാൻ കൊണ്ടുപോയതും കാര്യം അതിനൊരു 10-25,000 രൂപ ചിലവായിട്ടോ വണ്ടിക്ക്. പക്ഷേ അത് ചിലവായെങ്കിലും എന്താ പറയുക കാര്യങ്ങളൊക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്ര 1,00,000 രൂപയാണ് അത്ര ആവുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മൊത്തം സെറ്റ് മാറ്റണമെന്ന് പറഞ്ഞൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലീനാക്കി അതിൻ്റെ കേബിൾ മാത്രമൊക്കെ മാറ്റാൻ പറ്റിയിട്ടോ. അതൊക്കെ നമ്മൾ മാരുതിയുടെ സർവീസ് സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയണമെന്ന് അറിയോ, മൊത്തം സാധനം മാറ്റുക. ആ യൂണിറ്റ് അങ്ങനെ തന്നെ. ഇന്ന് നമ്മൾ ടോപ്പ് ക്ലീനിൽ പോയതുകൊണ്ട് തന്നെ അവർ ക്ലീനായിട്ട് നമുക്ക് ആ ഒരു ഇത് മാത്രം മാറ്റി തന്നു. സംഭവം എന്താ പറയുക, വേറെ എവിടെയും ചെയ്യില്ല ഈ പണികളൊന്നും. പക്ഷേ അവർ സംഭവം ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി തന്നു. പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ചെറിയ കംപ്ലയിൻറ്റ് കൂടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 77,000-78,000 കിലോമീറ്റർ അങ്ങോട്ടായിട്ടോ. ഇതേപോലെ വണ്ടിക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ടയർ ലൈനിങ് അല്ലാണ്ട് വേറെ ഒറ്റ രൂപ ഈ വണ്ടിക്കൊന്നും ചിലവ് വന്നിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ സ്റ്റിയറിംഗ് ഒരു ചെറിയ വെട്ടൽ പോലെ ഉണ്ട്, ഒരു പിടുത്തം പോലെ. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സും അങ്ങനെ തന്നെ മാറ്റുന്നതാണ് വേറെ സർവീസ് സെൻറ്ററുകളിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറയണേ. അപ്പോൾ ഞാൻ നമ്മുടെ ടോപ്പ് ക്ലീനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊരു ബുഷ് അടിക്കുന്ന പരിപാടി ഉണ്ട്, ഒരു 10,000 രൂപയുടെ അടുത്ത ചിലവ് വരുള്ളൂ. അപ്പോൾ സാധനം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചെടുത്ത് ലെയ്ത്തിൽ കൊടുത്ത് സാധനം എന്തോ സെറ്റ് ചെയ്ത് ബുഷ് അടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ശരിയാവും. അതിനാണ് നമ്മൾ മറ്റുള്ള ഏത് സർവീസ് സെൻറ്റർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയണം അങ്ങനെ തന്നെ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിക്കോ, വേറെ ഒന്നുമില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന SX4-ൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിയതിന് 48,000 രൂപ എത്രയും കണ്ട് ചിലവായതാണ് കേട്ടോ. ഈ സെയിം മാരുതിയുടെ മിക്ക വണ്ടിക്കുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. ഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഓടുന്ന വണ്ടികൾക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഓട്ടം കുറഞ്ഞ് വീട്ടിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഇത് 77,000 എന്ന് പറഞ്ഞാൽ അന്ന് ഓടിയതാണ്. പിന്നെ ഓടുമ്പോൾ വളരെ കുറവല്ലേ ഓട്ടം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടം കുറവായിട്ട് വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കംപ്ലയിൻറ്റ് വരും. ഇതയുടെ വീട്ടിലുള്ള വണ്ടിക്ക് ഇതേ സെയിമെൻ്റ് അല്ലേ, അത് ഓടിക്കാൻ പറ്റാത്ത പരുവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പ്രശ്നമായിട്ടാണ് നിൽക്കണത്. അതേപോലെ തന്നെ മാരുതിയുള്ള ആരോട് ചോദിച്ചാലും അറിയാം, സ്റ്റിയറിങ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെറുതായിട്ട് വരും. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക് സ്റ്റിയറിങ്ങും ഇതിൻ്റെ ഓയിൽ സ്റ്റിയറിങ്ങുമാണ്, പവർ സ്റ്റിയറിങ്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 5,000 ശരിക്കും പറഞ്ഞാൽ അലൈൻമെൻറ്റൊക്കെ ചെയ്യണമായിരുന്നു ടയറിൻ്റെ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ എന്നാ. അപ്പോൾ ഗേറ്റ് തുറക്കുക. അപ്പോൾ അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ നീങ്ങാം. ബാ.
വണ്ടി എടുത്തപ്പോ തന്നെ ദേ വേറൊരു ലൈറ്റ് കത്തണം. എന്നിട്ടാണോ അതായത് ഇവിടെ ഒരു എംബ്ലം വന്നൂലോ. അവര് പറഞ്ഞിട്ടുള്ള ഈ ഒരു എംബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ വണ്ടി നമ്മൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് പോകുന്ന എന്തോ ഒരു സംഭവം വന്ന് നിൽക്കണത്. അത് പുകയുടെ എന്തിൻ്റെ കണ്ട് മറ്റേ ഇതാണ്. അപ്പോൾ ഇടയ്ക്ക് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് പോകും. നമ്മൾ ഈ മെല്ലെ മാത്രം ഓടിക്കണോണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിനൊരു അല്ലറച്ചിട്ട് 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ട് കംപ്ലൈൻ്റ് അല്ല, പക്ഷെ ഓരോ പ്രശ്നങ്ങൾ. ഈ പവർ വിൻഡോ നമ്മൾ കയറ്റുന്നതോ ഇറക്കുന്ന സമയത്ത് ഒരു ചായ ശബ്ദം കണ്ടോ, ടക്ക് 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 എന്നൊരു ശബ്ദം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടാലും അറിയുള്ളൂ. കയറുമ്പോൾ വലിയ കാര്യമായിട്ടില്ല, ഇറങ്ങുമ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ് ഉണ്ട്, അത് പ്രാവശ്യം ഇളകി വീണു. സ്ക്രൂ ടൈറ്റ് ചെയ്തു, പക്ഷെ അങ്ങോട്ട് ഫുൾ ടൈറ്റ് ആവണില്ല. ത്രെഡ് പോയ പോലത്തെ ഒരു ഇതാണ്, പക്ഷെ ത്രെഡ് പോയിട്ടുമില്ല, അതങ്ങോട്ട് ടൈറ്റ് ആവണമില്ല. അപ്പോൾ 1-2 ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പെടച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത് പോകുന്നു വിചാരിക്കാം. നമുക്ക് നോക്കി നോക്കട്ടെ, വണ്ടി ഒന്ന് എടുക്കട്ടെ. സ്പീഡിൽ പോയാലേ അത് പോവുള്ളൂ. ആംബുലൻസ് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ സൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ഓക്കെ, പോയില്ലേ? സ്കൂട്ടർ കൊണ്ടുപോവോ? നീ ഇത്തിരി സ്പീഡിൽ പോകണേ. ഇതേ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇത് പോണെങ്കിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഫസ്റ്റിലും സെക്കൻഡിലും റേസ് ചെയ്ത് ഓടിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുന്നേ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ശരിയായിട്ടുള്ളതേ. അപ്പോൾ എന്തായാലും മെയിൻ റോഡിലേക്ക് ഇറങ്ങി, വലിയ തിരക്കൊന്നുമില്ല, ഒന്ന് കാലും എടുത്ത് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ അതിന് ഓവർ സ്പീഡിന് പിടിക്കണോ? സാറേ കംപ്ലൈന്റ് മാറ്റാൻ സ്പീഡിൽ ഓടിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലേ? ഗ്രൗണ്ടിൽ സ്പീഡിൽ ഓടിക്കാനുള്ള വകുപ്പില്ലല്ലോ. നിറച്ചും തിരക്കും. ആ ഇതേ ബസ്സറടിക്കണ കേട്ടാ, ഇത് അതിന്റെയാണ്. ആദ്യമായിട്ടൊരു വണ്ടി എന്നെ സ്പീഡിൽ ഓടിക്കുന്നു, ബസ്സറടിക്കണല്ലേ. പോയിട്ടില്ല. സാധാരണ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്കും പോണതാ. എന്ത് പറ്റിയാണോ? നീ ഇത് എന്തിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കണേ? എന്തായാലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തേക്കായിരുന്നു. നോ പാർക്കിംഗ് അല്ലെങ്കിൽ വേറെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് 1 മിനിറ്റ് പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അപ്പൊ തന്നെ ഫൈൻ. അപ്പോൾ എന്താ പറയുക, ഫൈൻ കിട്ടിയതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ വേറെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരാള് ഫോട്ടോ എടുത്തിട്ട് റോഡിന്റെ സൈഡിൽ നിർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സൈറ്റ് ഉണ്ടായില്ല അപ്ലോഡ് ചെയ്തിട്ട് വന്ന്. അപ്പോൾ ആ സംഭവം പോലീസുകാരെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്നതുപോലെ നിർത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഇല്ലാന്നാണോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സംഭവം 250 രൂപ ഫൈൻ. അപ്പം അങ്ങനെയുള്ള ചെറിയ പണികൾ കിട്ടും. നമ്മൾ എവിടെയെങ്കിലും നോ പാർക്കിംഗ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് റോഡിന്റെ സൈഡിൽ നിർത്തിയാൽ ആരെങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഫോട്ടോ എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പം അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇനി എവിടെ ആ കിടക്കണ വണ്ടിയിൽ ഇപ്പോൾ 2 വണ്ടി, അവിടെ ഒരു ജിപ്സി കിടക്കുന്നുണ്ട്. ആ ജിപ്സി അല്ല, എന്തോരം വണ്ടികളെ കിടക്കണേ. ഈ കിടക്കണ വണ്ടിയൊക്കെ പണി പോളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ ഒരു സ്ഥലത്തും ഇടാൻ പാടില്ല. ആ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുത്തപ്പോൾ പോലീസ് വന്നില്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പണി പാടും. ഇനിയിപ്പോ ഹൈവേയിലോ പോകേണ്ട വരും ഇതാ സ്പീഡിൽ പോകാനായിട്ട്. അതപ്പോ എനിക്ക് തോന്നുന്ന രക്ഷയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം റിലയൻസിലേക്കല്ലേ കയറണ്ടേ? റിലയൻസിൽ ആദ്യം ഞങ്ങൾക്ക് ഒരു ഉടുപ്പ് മേടിക്കാനുണ്ട്. അപ്പൊ അത് നോക്കാനായിട്ട് റിലയൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അയ്യോ, റിലയൻസിന്റെ മുന്നിൽ കുടിച്ചിട്ടേക്കാണല്ലോ. അപ്പൊ ഇനി വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യാം? എന്റെ പാർക്കിങ് ഇപ്പുറത്ത്. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓട്ടെ, ഇവര് പോട്ടെ, ഇവര് പോയിട്ട് കയറ്റി നിർത്താം. കാന പണിയണതാ. നിർത്താൻ പറയണ്ടവര്. അവിടം വരെ കാനയുടെ പണിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഹൈറ്റ് കൂട്ടിയിട്ട്, അതായത് എന്താ പറയുക, താഴ്ച കൂട്ടിയിട്ട് പണിയാണ് പരിപാടി ഒന്നുണ്ട്. മൊത്തം പൊളിക്കുകയാണ് കേട്ടോ. കണ്ടോ, വന്നു കയറി ഇറങ്ങി. ബാക്കിയുള്ള കഥകൾ വണ്ടി കയറിയിട്ട് പറയാം. ഇത് കണ്ടില്ലേ, വലിയ ബോർഡും കാര്യവും സംഭവം കേസ് കെട്ടുകളൊക്കെയാണ്. ബാക്കി വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് പറയാം. എന്താ ഉണ്ടായിതേ ഇപ്പൊ പറയാം. അശ്വിനി ജംഗ്ഷനിലുള്ള റിലയൻസിലാണ് കയറിയത്.
അപ്പോൾ ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും 50% ഓഫ് അല്ലെങ്കിൽ ഒന്നിക്കൊന്നോ ഓഫ് അങ്ങനെ പല പല ഓഫറുകൾ ഏറ്റവും അധികം ഇട്ടിട്ടുള്ളത് റിലയൻസിലാണ്. ഇപ്പോൾ എനിക്ക് 3 പ്രാവശ്യമായി ഇവിടെ തന്നെ ഈ അനുഭവം പറ്റും. നമ്മൾ മോളിൽ നിന്ന് വില നോക്കി എടുത്തുകൊണ്ട് വന്ന് അവിടെ ചോദിച്ചു, അവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ച് സാധനം താഴത്തേക്ക് എത്തി ബില്ലടിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ബില്ലടിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ 500 രൂപയുടെ സാധനം എടുത്തേ, അപ്പോൾ അതിൻ്റെ വില 250 എന്ന് പറഞ്ഞു. താഴത്ത് വന്ന് ബില്ലടിക്കുമ്പോൾ അത് 500 അതിന് ഓഫർ ഇല്ലാന്ന്. അതിപ്പോൾ ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ 3-5 സാധനങ്ങളാണെങ്കിൽ ഓരോന്നിനും എത്ര വില അടിക്കണേന്ന് നമ്മൾ നോക്കി നിൽക്കുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, റിലയൻസിൽ ഭയങ്കര തരികട നടക്കുന്ന ഒരു സ്ഥലമാണ് റിലയൻസ്. നമ്മൾ ബില്ല് നോക്കിയില്ലെങ്കിൽ അടപ്പം വെക്കും കേട്ടോ, അത് ഉറപ്പാണ് 100%. ഞാൻ അവിടുത്തെ ഫ്ലോറിലെ മാനേജറെ വിളിച്ചു, എന്നിട്ട് ഞാൻ ആളോട് ചോദിച്ചു ഇതെന്താ ചേട്ടാ ഇങ്ങനെ. അപ്പോൾ ആൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോംബെ നിന്നാണ് മെയിൽ വരിക, ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ആ ഓഫർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് അവർക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മെയിൽ നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിൽ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, കട്ടായി ഉണ്ടാവും ഓഫർ. പക്ഷെ ഇവർക്കറിയില്ല, അവിടുത്തെ എന്താ പറയുക എഴുതിയിട്ടിട്ടുള്ളതൊക്കെ 50% അങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളത് മാറ്റണ്ടേ, ഇതിപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് എന്ന് ഈ അനുഭവം വന്നു കഴിഞ്ഞാൽ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറയണത് എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാഫുകളില്ല, അപ്പോൾ അത് മാറ്റാനായിട്ട് സ്റ്റാഫുകളില്ല, അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഫറിൽ തന്നെ കിടക്കണേ. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്ത് പറയുക, ഈ വക തട്ടിപ്പും തരികട പരിപാടികൾ എന്ന് പറയില്ലേ, മൊത്തത്തിൽ തരികട തന്നെയാണ് കേട്ടോ. നമ്മൾ നോക്കിയില്ലെങ്കിൽ ബില്ലൊക്കെ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇവർ അത് ഓഫർ ഇത് ഓഫർ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആരും അങ്ങനെ ചെയ്യുമില്ല. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കി താഴ്ത്തു വരുമ്പോൾ വില അടിക്കുമ്പോൾ ഓരോന്നിനും ചോദിച്ചോളൂ, ഇതിന് 50% ഇല്ല ചേട്ടാ അവിടെ മുകളിൽ കണ്ടിട്ടാന്നുള്ളത് ഒക്കെ പറഞ്ഞിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് എടുത്തില്ല, അവിടെ മേടിച്ച സാധനം അവിടെ തന്നെ കൊടുത്തു പോകുന്നു. കാരണം ആ വിലയുടെ പകുതി വിലയ്ക്കുള്ള സാധനം തന്നെ ഉള്ളത്. അപ്പോൾ എന്നിട്ടാണ് ഞങ്ങളത് എടുത്തത്. എങ്ങനെയുണ്ട് ഇതിപ്പോൾ? നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കി നോക്കാം. ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും തൃശ്ശൂരിൽ നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതേ കാണുന്നതാണ് കേട്ടോ അമ്മാമ്മൻ്റെ കട. അപ്പോൾ ഓരോ ഊണ് അങ്ങോട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. 2:30 കഴിഞ്ഞു ആ സമയം. അങ്ങനെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു വന്നു, അടിപൊളിയായിട്ട് തൃപ്തിയുള്ള ഊണ്. ഇന്ന് സ്പെഷ്യലൊന്നും മേടിച്ചില്ല കേട്ടോ. സാധാരണ ഗതിക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ മേടിക്കണം, ഇന്നൊന്നും മേടിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, സ്പെഷ്യലും കൂടിയിട്ടൊക്കെ കഴിച്ചു വരുമ്പോൾ വയറ് ഫുള്ളാവും. കുറച്ച് കഴിച്ചിട്ടുള്ളൂ, ലൈറ്റ് കഴിക്കില്ലല്ലോ എന്താ കഴിച്ചത് നമ്മള്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളി കറിയായിരുന്നു. ഒരു തക്കാളി കറി, ഒരു ഗ്രീൻ പീസും ക്യാരറ്റും കൂടിയിട്ടുള്ള തോരൻ, പിന്നെ എന്നിട്ടായിരുന്നു ഇരുമ്പുളി അച്ചാറ്, സാമ്പാർ, മീൻചാറ്. ഈ സാമ്പാർ പറഞ്ഞ സാധനല്ലേ കള്ളക്കനാട്ടോ അവിടുത്തെ അല്ലേ, എന്നും. പിന്നെ മോര്, കുഴപ്പമില്ല. ഇന്ന് അടിപൊളി ചോറായിരുന്നു. അല്ല, എന്നും അടിപൊളി തന്നെ, എന്നാൽ കൂടി തൃപ്തിയായി. ചില ദിവസങ്ങളിലെ കറി ചില ഇഷ്ടമായിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം 3 പ്രാവശ്യം അടുപ്പിച്ച് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഈ ചിരക്കക്കറി മാത്രമായിട്ട് പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും അത് മാത്രമായിട്ട് വലിയ എയിം ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, അയ്യോ ഇത് ഇപ്പൊ എല്ലാ ദിവസവും ഒരേപോലത്തെ കറിയായില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും വന്നു തുടങ്ങിയായിരുന്നു ആ സമയത്ത്, അതുകൊണ്ടാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് മാക്സിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും റഫായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പഴയ വീഡിയോസിലൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ മാമന്റെ കട എന്ന് പറഞ്ഞു, പിന്നെ അത് എവിടെയാണെന്നൊക്കെ കറക്റ്റ് പറയാത്തതിന്റെ കാരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എവിടെയാവോ എങ്ങനെയാവുമെന്ന് വിചാരിക്കും. ഇത് വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി വരുമ്പോൾ സ്റ്റേഡിയത്തിന്റെ നേരെ സൈഡിലായിട്ടാണ് കേട്ടോ. അശ്വിനിയുടെ അവിടേക്ക് എത്തണേക്കാളും മുന്നേ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ അത് അവിടെയാണ്. അതുപോലെ റിലയൻസിലെ കാര്യം അവിടുത്തെ ആ പയ്യൻ പറയുകയാണേ, അവര് സ്റ്റാഫുകളെ വെട്ടി ചുരുക്കി ഇപ്പൊ അവിടെ എത്ര 30 സ്റ്റാഫ് ഉള്ളു ഈ 5 നില ബിൽഡിങ്ങില്. അപ്പൊ എല്ലാത്തിനും കൂടിയിട്ട് എന്താ പറയാ ഓഫർ മാറിയത് മാറ്റാനുള്ള ബോർഡ് മാറ്റി വെക്കാനും അതേപോലെ ഇതിനൊന്നിനും ആൾക്കാരില്ല. ബില്ലടിക്കാൻ ആകെ 2 കമ്പ്യൂട്ടർ മാത്രം ഓപ്പൺ ചെയ്യാനുള്ള ബില്ലടിക്കുന്ന സെക്ഷനിൽ ആളുള്ളൂ. അപ്പൊ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും റിലയൻസ് എന്ന് പറഞ്ഞാൽ തുറക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറെ പറ്റിക്കാൻ പറ്റുന്നോടത്ത് അങ്ങോട്ട് പറ്റിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പല ആൾക്കാർക്കും പല അനുഭവവും. നമുക്കിപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് സ്ഥിരം റിലയൻസിൽ നിന്ന് ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് സംഭവം. എന്തായാലും ഇനി കല്യാൺ സാരീസിലേക്ക് പോവാം. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം കല്യാൺ സാരീസ് അല്ലേ. ഇവിടെ നിന്ന് കയറിയോട്ടെ, ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ നല്ലത്. അങ്ങനെ നമുക്ക് കല്യാൺ സാരീസിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയിട്ടാ അല്ലേ. ആ വണ്ടി എന്തായാലും കവാടത്തിൻ്റെ ഉള്ളിൽ 50% ഡിസ്കൗണ്ടിൻ്റെ ഉള്ളിൽ ഇട്ടു. ഇനി 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് കോമഡി പരിപാടി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ MRP ഇടുന്നതാരാ ഇവർ തന്നെയല്ലേ. ഇപ്പോൾ 1000 രൂപയുടെ സാധനം 2000 രൂപ എഴുതിയിട്ട് 50% ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്.
ഇപ്പോൾ അടുത്ത കടയിൽ അതേ സെയിം സാധനം ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. ബ്രാൻഡിലാണെങ്കിൽ സംഭവം അറിയാം, അല്ലാണ്ട് എങ്ങനെ അറിയുമെന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ഓരോ വിധത്തില് അല്ലെങ്കിൽ ഓരോ വിധത്തില് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. അല്ല നമ്മൾ ഓഫർ ഇല്ലാത്തല്ലേ എടുത്തേ. ഓഫർ ഉള്ളതിന് ആ പകുതി 50 എന്ന് പറഞ്ഞിട്ട് ഈ വിലക്ക് എടുക്കണതിന് ഭേദം ഓഫർ ഇല്ലാത്ത ഈ വിലക്ക് നല്ല സാധനം എടുത്തുകൂടെ. ഒക്കെ തരികണ തന്നെ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വിടല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാധാരണ ഗതിക്ക് നമ്മളുടെ വീഡിയോസ് എന്ന് പറഞ്ഞത് അല്ലേ. ശേഷം അത് തന്നെയല്ലേ കുറെ നാളുകളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കടയിൽ കയറി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ജസ്റ്റ് ഫുഡ് കഴിച്ചു വരുന്നു. ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. അതൊരു കണ്ടന്റ് ആക്കാനുള്ളത് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മള് വീഡിയോ ഇടാണ്ടിരുന്നായിരുന്നേ. ലൈവ് പോയപ്പോ എല്ലാവരും പറഞ്ഞു അതായാലും മതി, എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നമ്മള് ഈ വീഡിയോ പിടിച്ചത്. ഇനി നല്ല കണ്ടന്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ പിടിക്കാൻ ഉദ്ദേശിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല കണ്ടന്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. നേരെ വീട് പിടിക്കാം. നമ്മളുടെ മറ്റേ എഞ്ചിന്റെ ആ ഇത് പോയിട്ടില്ല കേട്ടോ. ഉള്ളില് ആ സിഗ്നലിൽ എത്തണില്ലേ, അത് മാറിയിട്ടില്ല. അത് പിടച്ചു പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാലാണ് നമുക്കത് കളയാൻ പറ്റുള്ളൂ. പക്ഷെ അത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ കൂടെ പൊട്ടക്കണം ഇട്ടിട്ട് ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലൊക്കെ ഇങ്ങനെ ഫുള്ള് അരപ്പിച്ചിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പോകും. പക്ഷെ അങ്ങനെ ഓടിക്കാനുള്ള ഗ്യാപ്പ് കൂടി ഇല്ല. അപ്പൊ അത് കാരണം അങ്ങനെ ഓടിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ദിവസം കൊണ്ട് വണ്ടി എടുത്ത് ഇറങ്ങും. അപ്പൊ അങ്ങനെ ചെയ്യാം. അയ്യോ അത് പറഞ്ഞപ്പോഴോ ആലോചിച്ചേ, പായസം കുടിക്കാനായിട്ടേ കൊതിയായിപ്പോ. അവിടുത്തെ കഴിഞ്ഞ ദിവസം പായസം കുടിച്ചത് ആലോചിച്ചത്. അത് നമ്മുടെ കാഞ്ഞാണി എത്തണേക്കാളും മുന്നേ ഒരു സ്ഥലത്ത് 20 റുപ്യ ഒരു ഗ്ലാസ് പായസം. നമ്മള് സ്വാമിയുടെ അവിടുത്തെ പായസം ഒക്കെ അടിപൊളിയാന്ന് ചോദിച്ചിട്ടല്ലേ ഇരുന്നേ. അടിപൊളിയാണ്. പക്ഷെ അതിനും ടേസ്റ്റ് അല്ലെങ്കിൽ അതേപോലെ ടേസ്റ്റ് ഉള്ളത് വെറും 20 രൂപയ്ക്ക് ഒരു ഗ്ലാസ്. മറ്റേ സ്വാമിയുടെ അവിടെ ഒരു 3 ഗ്ലാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 160 രൂപ കണ്ടല്ലേ. ഇത് 1/2 ലിറ്ററിന് വെറും 60 രൂപ ഉള്ളൂ. 1 ലിറ്ററിന് 120 രൂപ. എന്തൊക്കെ ടൈപ്പ് ഉണ്ട് പായസങ്ങള്? അത് പാലട, പിന്നെ ഗോതമ്പ് പരിപ്പ്, പിന്നെ പാൽപായസം എന്ന് പറഞ്ഞാൽ പാലട പായസം. പാലട, ഗോതമ്പ്, പരിപ്പ്, അടപ്രഥമൻ. അങ്ങനെ പാൽപായസം എന്ന് പറയുന്നത് അടപ്രഥമനല്ലേ പാൽപായസം എന്ന് പറയുന്നത് അല്ലേ? എനിക്കത് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞാനും രാജേഷും കുടിച്ചത് അടപ്രഥമനായിരുന്നു. ഗ്ലാസ് നക്കി മേടിച്ചു കുടിച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്ക് മേടിച്ചോണ്ട് വരാണ്ടിരുന്നതിന്റെ കാരണേ ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോ നാശാവും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അവിടേക്ക് പോകുമ്പോ അവിടുന്ന് ഇത് മേടിച്ചു. അതും ചൂടോടെ കല്യാണത്തിന് പായസം കിട്ടും, പാലടൊക്കെ. പിന്നെ മറ്റേ ഒരു ചേച്ചി അവിടെ കച്ചവടം ചെയ്യണതേ, അത് മറ്റേ കിറ്റിൽ ഇങ്ങനെ ചൂടാറാത്ത പാത്രമില്ലേ, എല്ലാ പായസവും ആ ചൂടാറാത്ത പാത്രത്തിന്റെ ഉള്ളില് നിറച്ചേക്കുക. അപ്പൊ അത് കാരണം ചൂടോടെയാണ് നമുക്ക് തരണേ ഓരോ ഗ്ലാസ്സും. നീ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം. എന്നാലാണ് എല്ലാവരേ ഹിന്ദുക്കള് പൊതുവെ പറയേ ക്രിസ്ത്യൻസിന്റെ കല്യാണം കൂടാൻ പോവാൻ ഫുഡ് കഴിക്കാൻ. അതെന്താ? ഇറച്ചി മീനും അങ്ങനത്തെ ഐറ്റംസുകൾ കഴിക്കാൻ. പക്ഷെ എനിക്കിഷ്ടം ഹിന്ദുക്കളുടെ സദ്യ കഴിക്കാൻ പോകാനാ. അല്ല ഇപ്പൊ ഹിന്ദുക്കൾക്ക് സദ്യ മാത്രമൊന്നല്ല, റിസപ്ഷനുള്ള പരിപാടിക്കൊക്കെ അതല്ല സദ്യ. എനിക്ക് സദ്യ കഴിക്കണമെന്ന്. അങ്ങനെ എല്ലാ വിഭവങ്ങളൊക്കെ വെച്ച് എന്റെ അമ്മോ എത്ര കാലമായി സദ്യ കഴിച്ചിട്ട്. ഞാൻ എത്ര കഴിച്ചു, എനിക്ക് അങ്ങനെ ബുദ്ധിയൊന്നുമില്ല ഇപ്പൊ. ഞാൻ കൊറേ സദ്യ കഴിച്ചു. സദ്യ കഴിക്കും. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും നമ്മുടെ മണലാർക്കം നേരെ മുന്നിൽ അമ്പല മിക്ക ദിവസം അവിടെ കല്യാണം ഉണ്ടാവും. നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചാലുണ്ട്. അടുത്ത ദിവസം അവിടെ കൊണ്ടുവിടാം. ഞാൻ കല്യാണം ദിവസം അവിടെ കയറ്റി വിട്ടിട്ട് വരാം ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഇവിടുന്ന് ഒരു പൈനാപ്പിളും മേടിച്ചു പോവാം നമുക്ക്. അപ്പൊ വീട്ടിൽ ചെന്നൊരു ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷമായി. നമ്മുടെ ഇവിടുത്തെ കടയുണ്ട് എവിടെ, മുന്നിൽ കയറ്റി നിർത്താം. ഞങ്ങളുടെ സ്ഥിരം കടയാണ് കേട്ടോ. പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക്, പാല്, പച്ചക്കറി, പലചരക്ക് സാധനമൊക്കെ മേടിക്കണമെങ്കിൽ ഞങ്ങൾ തൊട്ട് മുന്നിലത്തെ SJSൽ വരും. പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ മേടിക്കട്ടെ. മുത്തത് കോളിപ്പല്ലടിച്ചിട്ടുണ്ട്. എന്താ
സ്കൂളിൽ പോയിട്ട് വരുന്നതാണ്. ഒരു ഹായ് കാണിച്ചിട്ട് പോടാ സന്ദീപിന്. കൊറേ നാളായിട്ടേ വീഡിയോ എടുത്ത കാരണം അവന് ചമ്മല്. എടാ ഒന്നും പറയാനില്ലേ, എല്ലാവരോടും ഒരു ഹായ് പറയേ, നിന്നെ കാണാൻ വേണ്ടിട്ടായിരുന്നു. കൂട്ടി ഇതാ കൂട്ടി കണ്ടില്ലേ. ഇനി എന്തായാലും പുറത്തേക്ക് പറ്റാട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും പുറത്തിറങ്ങാണ്ടിരിക്കില്ലല്ലോ അവൻ.